തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം നമ്മുടെ NH ബൈപ്പാസിൽ നിന്ന് ഏകദേശം 3/4 കിലോമീറ്റർ മാത്രം മാറി 5.15 സെൻറ്റിൽ നമുക്ക് ടോട്ടലായിട്ട് 1800 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു 3 ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുണ്ട്. ഈ വീട് കേവലം 58 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നല്ല അടിപൊളി പ്രൈസ് അല്ലേ, നല്ലൊരു ലൊക്കേഷനിൽ കിടിലം വിലയിൽ നമുക്കൊരു അടിപൊളി ഒരു വീട് വാങ്ങിക്കാം. ഈ വീട് വന്നിട്ട് ഏകദേശം 10 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഫുള്ളായിട്ട് റെനോവേറ്റഡ് കണ്ടീഷനിൽ നീറ്റായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ തിരുവല്ലത്തു നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാച്ചല്ലൂർ ജംഗ്ഷൻ വന്നിട്ട് വലത്തോട്ട് കാണുന്ന വഴി നേരെ നമ്മുടെ പഴയ NH ആണ്. അത് നേരിട്ട് വന്നിട്ട് നമ്മുടെ ബൈപ്പാസിലേക്ക് ടച്ച് ആവും, വാഴമുട്ടത്തേക്ക് ടച്ച് ആവുന്ന ആ റോഡ് വരുമ്പോഴത്തേക്കും പാറവിള പള്ളി എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇടത്തോട്ട് അറഫ ലൈനിനകത്താണ് പ്രോപ്പർട്ടി വരുന്നത്. അറഫ ലൈനിനകത്തേക്ക് കയറി ഒരു 100 മീറ്റർ വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. വേറെ ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബിസ്മില്ല ചിക്കൻ എന്ന് പറഞ്ഞൊരു ചിക്കൻ സ്റ്റാളൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടൊരു കൊലക്കടയുണ്ട്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന അറഫ ലൈനിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഞാൻ ഈ പറഞ്ഞതുപോലെ തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തിരുവല്ലത്തു നിന്നാണെന്നുണ്ടെങ്കിൽ 3.25 കിലോമീറ്ററും വാഴമുട്ടത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ 3/4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിതിനകത്ത് ഒരു 2 കാർ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവർക്ക് 2 വണ്ടിയുണ്ട് കേട്ടോ. ഒരു വെന്യൂ ഉണ്ട്, ഒരു മാരുതി 800 ഉണ്ട്. ആ മാരുതി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ സൈഡിൽ ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള രീതിയിൽ സ്ഥലം കിട്ടും. പിന്നെ ഈ വെന്യൂ അല്ലെങ്കിൽ ഒരു ക്രെറ്റ പോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ടിലും പാർക്ക് ചെയ്യാം. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കാരണം 5 സെൻറ്റിന് മേളിലേക്ക് വരുന്ന സ്ഥലമാണ്. വണ്ടിയൊക്കെ എന്തോ ഇങ്ങോട്ട് വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ സ്ഥലം കിട്ടും. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യവും ചെയ്തെടുത്തിട്ടുണ്ട്. പിൻവശത്തും നമുക്ക് ഇതുപോലെ റൂഫ് ചെയ്ത് ഈ സ്പേസ് ഒന്ന് മഴ നനയാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അവിടെ ഒരു പുകയടുപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു വരാന്ത സ്പേസിൽ ഇങ്ങനെ വന്ന് ഇരിക്കാവുന്ന രീതിയിൽ സോഫാനൊക്കെ സെറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. കയറി വരുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ആയിട്ട് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. അവിടെ നമുക്ക് അതിന് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അതിൽ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വർക്കുകളൊക്കെ ഇവർ റീസെൻ്റായിട്ട് ചെയ്തതാണ് കേട്ടോ. റീസെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ആ കാണുന്ന മോഡുലാർ കിച്ചൻ്റെ വർക്ക്. അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് സജ്ജീകരിക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഇതിൽ 3 ബെഡ്റൂംസും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്നുള്ള സ്പേസ് നോക്കിയാൽ അവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിപ്പുള്ളത് കേട്ടോ. ഇതിന് വേറെ നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ ഒരു വാതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലൊരു പ്രൊവിഷൻ ഉണ്ട്. അവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അത് ഫുള്ള് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതിലായാലും കബോർഡ് വർക്കെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ റൂമിൽ നിന്ന് ഈ റൂമിൽ നിന്ന് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെറസിലേക്ക് പോകാം. ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസാണ്. ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഫുള്ളി പാക്ഡായിട്ട് വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. കാരണം NH ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് ഇപ്പം നമ്മുടെ ബൈപ്പാസ് അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. അവിടെ നിന്ന് എയർപോർട്ടിലേക്കാണെങ്കിലോ ഇൻ കേസ് ടെക്നോ പാർക്കിലേക്കാണെങ്കിലോ എവിടേക്കായാലും ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് നോക്കണ്ട, ഡ്രൈവിംഗ് ടൈം നോക്കിയാൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ചെന്നെത്താൻ പറ്റും. നിലവിൽ ഇപ്പോൾ അവിടെയൊക്കെ ഫ്ലൈ ഓവേഴ്സിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രാഫിക് ഇഷ്യൂ ഉണ്ട്. പക്ഷേ അത് ക്ലിയർ ആകുമ്പോഴത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളിലെ ടെക്നോ പാർക്കിൻ്റെ ആ സൈഡിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണുള്ളത്. പക്ഷേ അവരതിനെ ഫുള്ളായിട്ട് ഇവിടെ റൂഫ് ചെയ്ത് ഗ്ലാസ് ഇട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആണ്.
നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപ മാത്രമാണ്. നല്ലൊരു പ്രൈസാണ്. ഞാൻ വിചാരിച്ചൊരു 75 രൂപയൊക്കെ കോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലൊരു പ്രൈസാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.